ഓക്കെ, അപ്പോൾ എക്സാം കഴിഞ്ഞ് നമ്മുടെ കൂടെ ഒരു മോള് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മോളെ എക്സാം? അത്യാവശ്യം ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമൊക്കെ ആ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വന്നുകൊണ്ട് അതിനേക്കാളും ടഫായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എഴുതാൻ പറ്റി. ഫിസിക്സ് പിന്നെ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാളും എളുപ്പമായിരുന്നോ 3 സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസും? അതെ, ബ്രില്യൻറ്റിലെ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് എഴുതിയത് കൊണ്ട് എന്തായിരുന്നു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്? ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ലെവൽ കുറഞ്ഞ കൂടിയ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിലും ഒന്ന് വായിച്ചെങ്കിലും നോക്കാൻ തോന്നുന്നു ക്വസ്റ്റ്യൻസ്. 3 സബ്ജക്റ്റിൽ ഏറ്റവും എളുപ്പം ഏതായിട്ടാണ് തോന്നിയത്? സുവോളജി ആയിരുന്നു. ബാക്കി അതിൽ ബോട്ടണി ഒക്കെ ആയിരുന്നെങ്കിലോ? ബോട്ടണി കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നി. ഈ സുവോളജിയിൽ നമുക്ക് പുതിയതായിട്ട് 2 ടോപ്പിക്സ് ആഡ് ചെയ്തായിരുന്നല്ലോ, ഹെൽത്തിൽ ഡെങ്കു ചിക്കൻകുനിയൊക്കെ. അങ്ങനെ പുതിയ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? വാക്സിൻ്റെ രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഫ്ലവറിൻ്റെ ആണെങ്കിലും പുതിയ ടോപ്പിക്കിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഏതെങ്കിലും ഡിലീറ്റഡ് പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ഡിസീസ് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പക്ഷേ ബാക്കി 3 ഓപ്ഷനും നമുക്ക് അറിയാവുന്നതായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടതായിട്ട് വന്നിട്ടില്ല. ഡിലീറ്റഡ് പോർഷനിൽ നിന്നും ഒന്നും വന്നിട്ടില്ല. ഒരു ഓപ്ഷൻ്റെ ഒരു വേർഡ് ഉണ്ടായിരുന്നു, ഒരു ഡിസീസിൻ്റെ പേര്. പക്ഷേ ബാക്കി 3 ഡിസീസ് അറിയാവുന്നതുകൊണ്ട് അതൊരു വിഷയമായിട്ട് വരുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ പ്രൊസീജിയറിൻ്റെ സമയത്ത് എൻട്രൻസിൻ്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂളായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നടന്നു. എക്സാം ഹോളിൽ എങ്ങനെയായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഓൾറെഡി ചൂടുണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ടീച്ചർ നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. നിങ്ങളൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിട്ട് എഴുതുക, നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് ഒരു ആത്മവിശ്വാസമൊക്കെ നമുക്ക് പിന്നെയും നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ സെൻട്രലിലെ ഫെസിലിറ്റീസ് എല്ലാം ഓക്കെ ആയിരുന്നു? ബ്രില്യൻറ്റി പഠിച്ചിട്ട് ഇപ്പോൾ മോള് പുറത്തേക്ക് എക്സാം കഴിഞ്ഞ് വന്നിരിക്കുക. എന്താ സാറിന് തോന്നുന്നത്? സന്തോഷം തോന്നുന്നു. ബ്രില്യൻറ്റി ഒത്തിരി സഹായിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാട് എവിടെയാ? ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോവുകയാണോ? അപ്പം മോള് ആഗ്രഹിച്ചൊരു മാർക്കൊക്കെ കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ആഗ്രഹിച്ചൊരു MBBS കോളേജ് തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? കുഴപ്പമുണ്ടായിരുന്നില്ല, മീഡിയം ലെവലായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3 സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? ബാലൻസ്ഡ് ആയിരുന്നു. ഈസി, മോഡറേറ്റ്, ഇത്തിരി ഡിഫിക്കൽട്ട്, ലെങ്തി കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഏകദേശം ഒരു മോഡറേറ്റ് ലെവലിൽ. ചിലതൊക്കെ അത്യാവശ്യം എഴുതാൻ പറ്റുന്നതും ചിലത് നമുക്ക് കുറച്ചും കൂടി ഇന്ന് തിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുഴപ്പമില്ല. ഇപ്പം ലെങ്തി ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ കുറച്ച് സമയം കൺസ്യൂമിങ് ആയിരുന്നോ? കൺസ്യൂമിങ് ആയിരുന്നു. കാരണം ന്യൂമറിക്കൽസ് അത്യാവശ്യം ചെയ്യാനും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ സമയം ചിലവാക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഈസി ക്വസ്റ്റ്യൻസിന് അങ്ങനെ സ്പേസ് കൊടുക്കാതാകുമ്പോഴേ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടീസ് എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അതൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്തിട്ടാണ് ഇന്ന് എക്സാമൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? ഇല്ല, അധികം എനിക്കൊരു 10 ക്വസ്റ്റ്യൻ ഏകദേശം വിടേണ്ടി വന്നു ഈ ടൈം കിട്ടാത്തതിൻ്റെ കാരണം. അതായത് ഈ അറിയണ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷേ ഏകദേശം നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അത് കാരണം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വിടേണ്ടി വന്നു. 3 സബ്ജക്റ്റിൽ ഏറ്റവും എളുപ്പം ഏതായിരുന്നു? സുവോളജി ആയിരുന്നു. കാരണം NCERT പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വന്നത് സുവോളജി ബേസ്ഡ് ആയിരുന്നു. ബോട്ടണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് NCERT ഡയഗ്രാംസും അതൊക്കെ വെച്ച് വളരെ ബാലൻസ്ഡ് ആയിരുന്നു അവർ ചോദിച്ചിരിക്കുന്നത്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല ബോട്ടണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഔട്ട് ഓഫ് NCERT ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 ഓപ്ഷൻസ് നമുക്ക് ചെറുതായിട്ട് ഇത്തിരി NCERTക്ക് പുറത്തായിട്ട് തോന്നി. ഓപ്ഷൻസ് മാത്രം, അല്ലാതെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഡിലീറ്റഡ് പോർഷൻസിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? എനിക്കങ്ങനെ കണ്ടില്ല. ഞാനങ്ങനെ എല്ലാം നമ്മൾ പഠിച്ച അതേ സിലബസിൽ നിന്നുള്ള ടോപ്പിക്കുകൾ തന്നെയായിരുന്നു? ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിലേതായിരുന്നു കുറച്ചുകൂടെ ലെങ്തി അല്ലെങ്കിൽ പാടാന്ന് തോന്നിയത്? എനിക്ക് ഫിസിക്സ് ആണ് തോന്നിയത്. അത് ഓരോ സ്റ്റുഡൻസിന് ഓരോതായിരിക്കും തോന്നുക. എനിക്ക് ഫിസിക്സ് അത്യാവശ്യം ന്യൂമറിക്കൽസ് ഇതൊക്കെ ചെയ്ത് ഇത്തിരി തിങ്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇത്തിരി ടൈം എടുക്കുക. അപ്പോൾ അത് തന്നെയായിരുന്നു ഇവിടെയും ഏറ്റവും വലിയ ഡിഫിക്കൽട്ടീസ് ആയത്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത മോഡൽ എക്സാംസിന് സിമിലർ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ബോട്ടണി സുവോളജി ഏകദേശം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം, അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെയാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ തെറ്റിച്ചതാണെങ്കിൽ നമുക്കത് ഇവിടെ കറക്റ്റായിട്ട് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിലൊരു സന്തോഷമുണ്ട് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ. എക്സാം ഹോളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചൂടിൻ്റെ അല്ലെങ്കിൽ ഇവിടെ അതോറിറ്റീസിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൂളായിട്ടാണ് പോയത്? കൂളായിരുന്നു. അപ്പോൾ നല്ലൊരു മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.